ഗൈസ്. ഓക്കെ, ഞാൻ കുറേ നാളുകളായിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യണം എന്ന് ആലോചിക്കൽ മാത്രമേ ഉള്ളൂ. സോ ഐ തോട്ട് ഇപ്പം എത്ര മണിയാണെങ്കിലും ഐ വിൽ ബി ലൈക്ക് പ്രോക്രാസ്റ്റിനേഷനാണ്, ലൈക്ക് പോസ്റ്റ്പോൺ ചെയ്യും. ഞാൻ പറയും ഓക്കെ ഇന്ന് എന്തായാലും ഇത്ര നേരമായി, നമുക്ക് നാളെ രാവിലെ മുതൽ ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതൊരു കംപ്ലീറ്റ്നെസ് ഉണ്ടാവില്ലേ എന്ന്. ബട്ട് ഐ തോട്ട് ഇന്ന് വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഓവർനൈറ്റ് ഓട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കഴിച്ചത്. പിന്നെ എന്തായാലും എനിക്ക് തോന്നി ഇങ്ങനെ വ്ളോഗ് എടുത്ത് പഠിക്കണം. എനിക്ക് വീടിൻ്റെ പുറത്ത് പോയിട്ട് വ്ളോഗ് ചെയ്യുന്ന ഒരു സംഭവം ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യുന്നൊരു കാര്യമല്ല. ബിക്കോസ് എന്തെങ്കിലും കാര്യത്തിന് പുറത്ത് പോയിട്ട് അതിനെ വീഡിയോ ചെയ്ത് സമയം പോവുമോ, അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നേ ഇങ്ങനെ വീഡിയോ ചെയ്ത് നിൽക്കണ്ടേ, അങ്ങനെയൊക്കെ ഒരു ഫീൽ എനിക്കുണ്ട്. ബട്ട് അത് മാറാൻ വേണ്ടിയിട്ടും കൂടെ ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ഫസ്റ്റ് ഒന്ന് കുറച്ച് ചെയ്യണം എന്ന് വിചാരിച്ചു. ഞാൻ എല്ലായ്പ്പോഴും വ്ളോഗ് ചെയ്യുന്നതെല്ലാം വീട്ടിനുള്ളിൽ തന്നെ ആയിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ തോട്ട് ടുഡേ ഞാനിപ്പം ചോറൊക്കെ ഉണ്ടാക്കി. ഇന്ന് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഫ്രീലാൻസ് വർക്ക് പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ സൈഡിലുണ്ട്. എനിവേ അതിനൊപ്പം തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് കറിയാണ് ഇനി ഉണ്ടാക്കാനുള്ളത്. ചോറൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ജോലി എന്ന് പറയുന്നത് ഞാൻ കുറച്ച് വർക്കൊക്കെ പെയിൻറ്റിങ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇന്ന് ചെയ്യണം. പിന്നെ ഞാൻ കുറേ നാളുകളായിട്ട് കുറച്ച് ക്ലേ വാങ്ങി വെച്ചിട്ടുണ്ട് ഗൈസ്. അതൊന്നും ഞാൻ ചെയ്തിട്ടും കൂടി ഇല്ല. ഒരു സാധനം ചെയ്തതാണെങ്കിൽ ഒരു സാധനം ഫ്ലോപ്പായിപ്പോയി. അതൊന്ന് ഫിക്സ് ചെയ്യണം. പിന്നെ അതെനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയമൊക്കെ കഴിഞ്ഞിട്ട് ആ വ്യക്തിയുടെ തന്നെ അടുത്തൊരു ഇവൻറ്റ് വന്നു തുടങ്ങി. ഐ മീൻ നമ്മളിപ്പം ഒരു ഇവൻറ്റിന് കൊടുക്കാൻ വിചാരിക്കുമല്ലോ, പക്ഷെ അന്നല്ല, ഫ്രണ്ട്ഷിപ്പ് ഡേ അങ്ങനെയൊക്കെ. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഞാനതൊന്നും വീഡിയോ എടുക്കുന്നുണ്ടാവില്ലായിരിക്കും ഗിഫ്റ്റ് ചെയ്യുന്നതൊന്നും. എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് എടുക്കാമല്ലോ. അപ്പോൾ അത് ഞാൻ ചെയ്യണം. അതാണ് പിന്നെ ഇന്നത്തെ രണ്ടാമത്തെ ജോലി. പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് എനിക്ക് വേറെ കുറച്ച് എന്താ പറയുക ഇല്ലസ്ട്രേഷൻസും കൂടെ ചെയ്യണം. ഞാനത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിപ്പോൾ ഇന്ന് ഞാൻ ഇതൊക്കെയാണ് ചെയ്യാൻ പോകണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ഐ തോട്ട് വീഡിയോ കൂടി എടുത്തേക്കാം. സോ ഗൈസ്, നമുക്ക് കറി ഉണ്ടാക്കാം. ഞാൻ മാത്രമുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ കുക്ക് ചെയ്യാനായിട്ട് എനിക്കെന്തോ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നാലും എനിക്കങ്ങനെയാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി സംതിങ് ഉള്ളതൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തലേദിവസത്തെ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതന്നെ ഒന്ന് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷേ ഞാൻ ഇന്ന് വിചാരിച്ചു എനിക്കിഷ്ടപ്പെട്ട കറി ഉണ്ടാക്കണം എന്ന്. അങ്ങനെ ഞാൻ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. പിന്നെ ഈ ഇരിക്കുന്നുണ്ടല്ല, ഇത് ഞാൻ അലോവേരയുടെ ഹെയർ ഓയിൽ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ എണ്ണ കാച്ചിയപ്പോൾ മുറിച്ചെടുത്ത അലോവേരയുടെ ബാക്കിയാണ് ആ സംഭവം. കുറച്ചധികമല്ല ഞാൻ എടുത്തായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എണ്ണ. ഇത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് തലയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു കൂൾ ഫീലൊക്കെ ഉണ്ടാവണ പോലെ എനിക്ക് എൻ്റെ തോന്നലാണോ എന്നറിയില്ല. എന്നാലും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. ഞാൻ വിചാരിച്ചതിനേക്കാളും വേഗം കുക്കിംഗ് കഴിയാറായി. ബിക്കോസ് ഞാൻ ഒരു നിമിഷം സ്റ്റക്ക് ചെയ്തു കറി ഉണ്ടാക്കുന്നത്. കറി ഉണ്ടാക്കാൻ എന്ത് പച്ചക്കറി എടുക്കണം. ഞാനാണെങ്കിൽ ഇപ്പം പച്ചക്കറിയൊക്കെ ഒരുവിധം കുറച്ചിട്ട് കൂടുതൽ മീറ്റും എഗ്ഗൊക്കെയാണ് കഴിക്കുന്നത്. ഐ ഡോണ്ട് നോ, അത് കഴിക്കുമ്പോൾ എനിക്കെന്തോ പെട്ടെന്ന് ഫില്ലാവും. ആൻഡ് ഒരുപാട് എനിക്ക് കഴിക്കാൻ തോന്നില്ല. ഈ രണ്ട് ഫീലിങ്സ് എനിക്കുണ്ട് ഇപ്പോൾ. ആൻഡ് കുറേ നാൾ ഞാനിങ്ങനെ നോണൊന്നും കഴിക്കാണ്ടിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് നോൺ അല്ലെങ്കിൽ ചിക്കനൊക്കെ കഴിക്കാനധികം പറ്റുന്നുണ്ടായിരുന്നില്ല. ബട്ട് നൗ സ്ലോലി ഐ ആം ലൈക്ക് ഓക്കെ, അങ്ങനെയാണ്. ആൻഡ് നമുക്ക് ഒരു ചീറ്റ് മീൽ പോലെ പിസ്സ കഴിക്കാൻ പോകുന്നുണ്ടെന്ന്. അതോടൊപ്പം വി ആർ ഗോണ ഡു സം ഷോപ്പിംഗ് ഉണ്ടോ. ഈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അത്യാവശ്യം കുറേ നാളായിട്ട് ഞാനിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. ഇന്ന് എന്തായാലും അത് തീർത്തില്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ ഒരു ഗിൽട്ട് ഫീൽ ചെയ്ത് തുടങ്ങുന്നു എന്നെനിക്ക് തോന്നിയാൽ പിന്നെ എനിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് ഞാൻ ചെയ്ത് തീർക്കുന്ന പരിപാടിയാണിത്. ഒരു ഫ്രണ്ടിനെ കാണാൻ പോയി നമ്മളൊരു പിസയൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് കഴിച്ചു എന്ന് വരുത്തി നമ്മൾ വീട്ടിലോട്ട് പോരുകയാണ് ചെയ്തത്.
സോ മഴക്കാലമായതിൻ്റെ ഒരു സംഭവമാണ് നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നത്. പിന്നെ കുറച്ച് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഉണ്ട്. സൈക്കിള് വാങ്ങിച്ചു ആൻഡ് ഒരു 1-2 മാസമാണ് മര്യാദയ്ക്ക് ഞാനത് കുറച്ചെങ്കിലും യൂസ് ചെയ്തത്. പിന്നെ അവനിവിടെ ഇരിക്കുകയാണ്, മഴ വന്നു, പിന്നെ എനിക്കെന്തൊരു ടെൻഷൻ വന്നിട്ട് അതിങ്ങനെ തുരുമ്പ് പിടിച്ചാലോ അങ്ങനെ എങ്ങനെയാണ്. പിന്നെ എനിക്ക് ഇത് സൈക്കിളിൻ്റെ ഫുൾ കെയർ ഒന്നും അറിയാൻ പാടില്ല. ഞാൻ ഫസ്റ്റായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ സൈക്കിൾ, എൻ്റെ സ്വന്തം സൈക്കിൾ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഞാൻ മുൻപ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഓടിച്ച് നോക്കിയിട്ടുള്ളത് പഴയ വീട്ടിലുണ്ടായിരുന്ന, ശരിക്കും പറഞ്ഞാൽ എൻ്റെ സൈക്കിളൊന്നും അല്ല. അതിനകത്ത് ഞാൻ കുറച്ച് ഇങ്ങനെ ഓടിക്കാൻ ചെറുതായിട്ട് ബാലൻസിങ് അറിയാമെന്നല്ലാണ്ട് എനിക്ക് സൈക്കിളിൻ്റെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഇതിനകത്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ശരിക്കും പ്രോപ്പർ ഒരു വിധം സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത്. പിന്നെ ഇത് നമുക്ക് പെഡൽ ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷെ ഞാൻ പെഡൽ ചെയ്യാണ്ട് ഓടിച്ച് ഇപ്പം എനിക്ക് അങ്ങനെ പെഡൽ ചെയ്ത് ഓടിക്കാനായിട്ട് വലിയ ഐഡിയ ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ കാണിച്ചു തരാം. കുറച്ച് കഷ്ടപ്പാടാണ് എനിക്കിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ 2 മാസമായിട്ട് എൻ്റെ മേലെ ആയതുകൊണ്ട് ആ ടച്ചും പോയി. അപ്പം ഞാൻ വിചാരിക്കുന്നു സെപ്റ്റംബറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സൈക്കിളൊക്കെ ഒന്ന് താഴത്തോട്ട് ഇറങ്ങി. ഇപ്പോൾ വെയിലുണ്ട്, അത്യാവശ്യം നല്ല വെയിലുണ്ട്. പക്ഷേ ഈ വെയിൽ ഇപ്പോൾ വന്നതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ തുണി ഞാൻ പുറത്തിറക്കാത്തത്. എനിക്കറിയാം ഇത് കുറച്ച് ഇങ്ങനെ പോകും. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഓൾമോസ്റ്റ് ഒരു ഇതായിട്ടുണ്ട്. പിന്നെ ഞാനുണ്ടല്ലോ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇല്ലസ്ട്രേഷനും ക്ലേയും ആയിരുന്നു. അതെന്തായാലും മാറ്റി വയ്ക്കേണ്ടി വരും. കാരണമുണ്ട്, ഒരു ഷോപ്പിംഗ് പോകണമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പം അതും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ക്ലേയിലിരിക്കാമെന്ന് വിചാരിക്കും. നോക്കാം. അതിന് മുന്നേ വർക്കൗട്ട് ചെയ്യണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇങ്ങനെ മാറ്റി കൊണ്ടുപോകുന്നൊരു സംഭവമാണ്. നോക്കട്ടെ. ഇത് ഞാൻ ആദ്യമായിട്ട് സൈക്കിൾ വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് ഞാൻ തന്നെയാണ് ചവിട്ടിക്കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ ഫുള്ളൊരു സൈക്കിൾ ഓടിക്കാൻ പഠിക്കൽ പ്രയാണമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൈക്കിള് എന്നേക്കാളും വലുതാണെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇരിക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഞങ്ങൾക്ക് ഏകദേശം ഒരേപോലെ. പക്ഷെ ഇത് കണ്ടോ, എനിക്ക് ആ ഒരു പാങ്ങ് കിട്ടാൻ തന്നെ കുറച്ച് പാടായിരുന്നു. പിന്നെ കുറേശ്ശെ ശരിയായി വന്നതാണ്. പക്ഷെ ഇപ്പം അതിൻ്റെ ടച്ച് വീണ്ടും പോയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ചെയ്ത് നോക്കിയിട്ടേ കാര്യമുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും ഒരു 2 മാസം അല്ലെങ്കിൽ സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മന്ത്, അപ്പോഴേക്കും ഞാൻ ഒന്നും കൂടെ ഈ ഒരു അവസ്ഥയിൽ കൂടെ തന്നെ പോകുന്നതായിരിക്കും. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. അതുകൊണ്ട് ഞാൻ വേഗം എഴുന്നേറ്റിട്ട് ഡയറക്റ്റ് വർക്കൗട്ടിലേക്ക് പോകുമായിരുന്നു. കാരണം ഞാൻ എണീറ്റപ്പോൾ നോക്കുമ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ വിചാരിച്ചില്ല ഇത്ര നേരം ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ഉറങ്ങണമെന്ന് വിചാരിച്ചായിരുന്നില്ല. ഞാനൊരു ചെറിയൊരു കോഴ്സ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വർക്കൗട്ടൊക്കെ ചെയ്യാം. അതിൻ്റെ ഇടയിലാണ് ഞാൻ വീഡിയോ എടുക്കണ കാര്യം ഓർത്തത്. പിന്നെ ഞാൻ വീണ്ടും വീഡിയോ ഒക്കെ വെച്ചു. ഞാനുണ്ടല്ലോ പെട്ടെന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. തുണിയൊക്കെ മടക്കി വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്നതാണ്. അതേപോലെ എന്താണെന്ന് രാവിലെ ഞാൻ 6 മണി ആ സമയത്ത് എണീറ്റുകൊണ്ടെന്ന് തോന്നുന്നു. ഉറങ്ങി എണീറ്റപ്പോൾ എനിക്ക് ഭ്രാന്തായി. പിന്നെ ഞാൻ തുണി മടക്കാൻ നിന്നില്ല, വേഗം വർക്കൗട്ട് തീർക്കാൻ നോക്കി. കാരണം എനിക്കാട് ഞാൻ വിചാരിച്ചത് എന്തോ വേറെ കാര്യങ്ങൾ ചെയ്യാത്ത പോലൊരു ഫീലൊക്കെ അവിടെ തോന്നിയിട്ട് എന്തോ പോലെ പോയി. ഇപ്പോൾ ഈ ഒരു തുണി മടക്കലും ഇവിടെ വന്ന് കുറച്ച് ഒതുക്കാനുണ്ട് ക്ലീനിങ്ങിനേക്കാളും. അപ്പോൾ അതൊക്കെ ചെയ്യാം, പെട്ടെന്ന് ഒരു കുളി പാസ്സാക്കാം. ആക്ച്വലി അതാണ് എൻ്റെ ഒരു പ്ലാൻ. ഷോപ്പിംഗ് നമ്മൾ മാറ്റി വെച്ചു. ജസ്റ്റ് അടുത്ത് വരെ പോയിട്ട് എന്തെങ്കിലും 1-2 എടുത്തിട്ട് പോരാമെന്ന് വിചാരിച്ചു. കാരണം ഒരു വലിയ ഷോപ്പിംഗ് ചെയ്യാനുള്ള ടൈമില്ലല്ലോ എനിക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. കുറേ നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ ഞാൻ എന്തെങ്കിലും ഒരു ജീൻസ് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടായിരുന്നു, അറിയില്ല, നോക്കട്ടെ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെന്താ, ഇന്ന് ഞാൻ വിചാരിച്ച കുറേ കാര്യങ്ങളൊക്കെ നടത്തി, അല്ലെങ്കിൽ ഞാൻ മാറ്റി വെച്ച കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ചെയ്തു. ഇല്ലസ്ട്രേഷനാണ് ബാക്കിയുള്ളത്. ആൻഡ് ക്ലേയുടെ സംഭവം ഇന്ന് രാത്രി ഞാൻ എന്തായിരുന്നു അതെടുക്കുന്നുണ്ട്, ഞാൻ എടുത്ത് നോക്കി എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ പിന്നെന്താ, നാളെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ
കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് വരുന്നത്. കാരണം 2 ദിവസം മുൻപ് ഇവിടെ കസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവിടെ തലകുത്തി വെച്ചേക്കുന്ന വീടാണ് വീട്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ബാക്ക് ടു റുട്ടീനിലേക്ക് വരണം എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സംതിങ് ന്യൂ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇന്ന സമയം എന്നുള്ള രീതിയിൽ ചെയ്യണം. അപ്പം ഞാൻ എന്തായാലും സമയം ഇപ്പോൾ 6:30 ആവാൻ പോണു. അപ്പോൾ കോമഡി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7:30 ഡിന്നർ തീർക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എന്തായാലും കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചിരുന്നില്ല. ആലോചിച്ചത് കഴിച്ചൊന്നും കാണിച്ചില്ല, ഞാൻ കാണിച്ചതാ കേട്ടോ. അപ്പോൾ പൊട്ടറ്റോ ഉണ്ട്, പിന്നെ എഗ്ഗും കേട് വേണോ നോക്കാം. അപ്പോൾ അതാണ് നമ്മുടെ രാത്രിത്തെ പരിപാടികൾ. എഗ്ഗ് വാങ്ങിച്ച ഉടനെ കഴുകി വയ്ക്കാണ്ട് എടുക്കുമ്പോൾ കഴുകുന്നത് എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് പരിപാടിയാണ്. ഇത് തന്നെ പെട്ടെന്ന് തീർത്തു. ആൻഡ് എൻ്റെ ഫുഡിൽ ഞാനൊരു ഓംലെറ്റും പിന്നെ കുറച്ച് കേടും പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. സോ എൻ്റെ ഫേവറേറ്റ് കോംബോ ഉണ്ട് ഫുഡിൻ്റെ. ആൻഡ് ഈ ഒരു മൂവിയും കൂടെ വെച്ചിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാനിരുന്നത്. ആൻഡ് നിങ്ങളോട് കുറച്ച് കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഒരു അൺബോക്സിങ് പരിപാടി ഉണ്ടായിരുന്നു, ഒരു ബിഗ് ബോക്സ് ഇവിടെ വന്നിരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അൺബോക്സിങ് ഉണ്ട്, ഞാൻ വേറെ വീഡിയോ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു എഗ്ഗും കൂടെ കഴിച്ച് ഒരു ജിഞ്ചർ ടീയും കൂടെ കഴിക്കണം. കാരണം ഇന്നെന്തോ 2 മുട്ട ഞാൻ ഒരുമിച്ച് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് സെപ്പറേറ്റാണ് കഴിച്ചത്. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഒരു 10:30-10:45 എൻ്റെ ഉറക്കം സ്റ്റാർട്ട് ചെയ്തു. ഇനി എന്തായാലും നാളെ ഞാൻ ഫുൾ എനർജിയിൽ വരട്ടെ.